എൻ്റെ ജിമിക്കും കമ്മലും എൻ്റെ അപ്പൻ കട്ടുകൊണ്ട് പോയി, എൻ്റെ അപ്പൻ്റെ ബ്രാൻഡി കുപ്പി എൻ്റെ അമ്മ കുടിച്ചു തീർത്ത്. നമ്മൾ ആഘോഷിച്ച പാട്ടാണ്. എനിക്കെന്തായാലും ജിമിക്കും കമ്മലുവിനേക്കാളും കുറച്ചെങ്കിലും സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു വരിയാണ് വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാത്രി 11:30 കഴിയുമ്പോൾ യൂട്യൂബിൽ നമ്മൾ പലതും കാണാൻ ശ്രമിക്കുന്നുണ്ട്, ആരും അറിയാതെ എത്രയോ പേര് ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ ഒഫൻസീവായിട്ടുള്ള കാര്യങ്ങളാണ്, ഞാൻ പറയാതെ. അപ്പോൾ ഇതിനൊക്കെ ആത്മപരിശോധന നടത്തുന്നത് വളരെ നല്ലതാണ്. ഇരുട്ടത്ത് മറ്റു രീതിയിൽ പെരുമാറുന്ന, മങ്ങിയ വെളിച്ചത്തിൽ മറ്റൊരു ഐഡൻറ്റിറ്റി പുറത്തേക്ക് വരുന്ന ഒത്തിരി പേരെ എനിക്കറിയാം. ഈ കാണുന്ന ആൾക്കാർക്കും മനസ്സിലാവുന്ന ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഒരാളായിട്ട് എനിക്ക് അവതരിക്കാൻ പറ്റും. ഇപ്പം ഒരു നടൻ്റെ മാത്രം പ്രിവിലേജ് അത് ഉപയോഗിച്ചു എന്നുള്ളതാണ്. വിവസ്ത്രനാവൽ എന്നുള്ളതും ഒക്കെ ഇതിന്റെ ഭാഗമല്ലേ. അപ്പൊ അതിനെ മാത്രമായിട്ട് അതെ, അപ്പൊ അതിനെ ഞാൻ അങ്ങനെ വിവസ്ത്രനാവലിനെ ഞാൻ കാണുന്നില്ല എന്ന് പറയാം. വസ്ത്രമുള്ളതും വസ്ത്രമില്ലാത്തതും ഒക്കെ ഇതിന്റെ ഭാഗമാണ്, ഈ ക്യാരക്ടറിന്റെ ഭാഗം. ലാൽ സാറ് എനിക്ക് ഇങ്ങനൊരു സിനിമ ഉണ്ടെന്ന്. ലാൽ സാറ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലാൽ സാറിന്റെ പഠനങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. വളരെ സീരിയസ് ആയിട്ടാണ് സാർ സംസാരിച്ചത്. സ്പായ് എന്ന സിനിമയോട് അങ്ങനെ ഒരു കൾച്ചറൽ ഷോക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ആ സിനിമയിൽ ഉണ്ടായിരുന്നതിൻ്റെ ഒരു സന്തോഷം, അഭിമാനമൊക്കെ ഇപ്പോൾ തോന്നുന്നത്. സ്പായ് ഇറങ്ങിയപ്പോൾ ടോർച്ചറിങ് സ്റ്റാർ എന്ന് പറയുന്നത്, പക്ഷേ വിഷ്ണു പുതിയ ഒരു ജാർഗൺ കൊണ്ടുവന്നു. താങ്ക് യു ഫോർ ദാറ്റ്. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. Oxygen Mobile Utsavam. മൊബൈൽ വിൽപ്പനാനന്തര സേവനത്തിന് 100% ഗ്യാരണ്ടി. EMI, ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ഓഫറുകൾക്ക് പുറമെ അത്യുഗ്രൻ സമ്മാനങ്ങളും. Think mobile, think Oxygen. Oxygen, the smartphone expert. മലയാള സിനിമയെ ഇന്ത്യൻ സിനിമയുടെ ഒരു ഭൂപടത്തിൽ മാർക്ക് ചെയ്ത 3 സിനിമകളെ പറ്റി പറയാം. തൊണ്ടിമുതലും ദൃക്സാക്ഷിയും ഇരട്ട, ഹോം. ഈ 3 സിനിമകളിലും ഈ തിരക്കഥാപരം ആയിട്ട് നോക്കുമ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്ന ഏരിയ, അതാണല്ലോ ഒരു സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ. ഒരു പ്രശ്നം ഉണ്ടാവുന്ന ഏരിയ. ആ പ്രശ്നം ഉണ്ടാവുന്ന ഭാഗത്ത്, അല്ലെങ്കിൽ ആ പ്രശ്നമായി തന്നെ ഈ മനുഷ്യനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് സിനിമകളിൽ ഈ ഒരു കോൺഫ്ലിക്റ്റ് ഏരിയയിൽ ഈ മനുഷ്യനെ കാണാം. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് എനിക്കറിയില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ മലയാള സിനിമയിൽ ഇപ്പോഴത്തെ ഒഫീഷ്യൽ കോൺഫ്ലിക്റ്റ് മേക്കറാണ് എന്നോടൊപ്പം ഇരിക്കുന്നത് ശ്രീകാന്തേട്ടൻ. നമസ്കാരം. നല്ല ഇൻട്രൊഡക്ഷൻ ഗംഭീരായി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ പറയുന്നത്. പലതും പറയാറുണ്ട്. ഇപ്പം കൺവിൻസിങ് സ്റ്റാർ എന്നൊരു പ്രയോഗം ഉണ്ടല്ലോ. പല ആൾക്കാർ, നമ്മുടെ സുരേഷ് കൃഷ്ണ ഒക്കെ കൺവിൻസിങ് സ്റ്റാറാണ്. ഇപ്പോൾ സ്പായ് ഇറങ്ങിയപ്പോൾ ടോർച്ചറിങ് സ്റ്റാർ എന്ന് പറയുന്നത്, പക്ഷേ വിഷ്ണു പുതിയ ഒരു ജാർഗൺ കൊണ്ടുവന്നു. താങ്ക് യു ഫോർ ദാറ്റ്. പക്ഷെ ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നോക്കൂ, ഇരട്ടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയിൽ സാറുണ്ട്. ഇപ്പോൾ തൊണ്ടിമുതൽ ദൃക്സാക്ഷി, അയാൾക്ക് ആ ഒരു സംശയത്തിന്റെ വഴിമരുന്ന് ഇട്ട് കൊടുക്കുന്ന, പ്രണയത്തിന് വഴി വയ്ക്കുന്നതൊക്കെ ചേട്ടൻ്റെ ഒരു കൺഫർമേഷനാണ്. ഹോമിൽ നിങ്ങളാണല്ലോ, നിങ്ങളെ ചുറ്റിപ്പറ്റിയാണല്ലോ. ആക്ഷനും കട്ടൊക്കെ പറഞ്ഞാൽ പിന്നിൽ നിന്നിട്ട് ഇന്നൊരു സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ, ഒരു ക്രൂഷ്യൽ സ്റ്റാർ. അതായത് പണ്ട് നെടുമുടി വേണു സാറും അല്ലെങ്കിൽ തിലകൻ സാറും ഒക്കെ ആയിരുന്നു ആ വിധത്തിൽ അങ്ങനെ ചെയ്തിരുന്നു. മുരളിച്ചേട്ടനൊക്കെ ആയിരുന്നു. ഒരു ദശരഥത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ മുരളിച്ചേട്ടനില്ലാതെ ആലോചിക്കാൻ പറ്റില്ല. ആ ഒരു രീതിയിലൊക്കെയാണ് വരുന്നത്. ഞാൻ അവരായിട്ട് കമ്പയർ ചെയ്യല്ല, കഥാപരമായിട്ടാണ് പറയുന്നത്. കമ്പാരിസൺ ഇല്ല. ചിന്തിക്കാറുണ്ടോ? അങ്ങനെ ചിന്തിക്കാറുണ്ടോ? ഇല്ല. അതാണോ ചോദ്യം? യെസ്, അങ്ങനെ ഇല്ല, അങ്ങനെയില്ല. ശരിക്കും ഇതൊക്കെ തീരുമാനിക്കുന്നത് റൈറ്റേഴ്സും ഡയറക്ടേഴ്സുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ അവർ ചിന്തിച്ച് വെച്ചതിലേക്ക് നമ്മൾ കയറുകയാണല്ലോ. എപ്പോഴോ അവർ ആലോചിച്ച് വെച്ച സാധനത്തിന്റെ ഒരു ഷൂട്ടിങ്ങിന്റെ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പോ, ചിലപ്പോൾ മാക്സിമം 1 മാസം മുമ്പൊക്കെ ആയിരിക്കും നമ്മളതിൽ എൻ്റർ ആവുണ്ടാവും. നമുക്ക് ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളതാണ് പിന്നെ അടുത്ത ചോദ്യം. പല കാരണങ്ങൾ കൊണ്ടും, ഡേറ്റ്സിന്റെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ സാമ്പത്തികത്തിന്റെ പ്രശ്നം കൊണ്ടോ ആയിരിക്കും. അപ്പോൾ ഒരു വലിയ കടമ്പ കഴിഞ്ഞു. ഇങ്ങേര് തന്നെ വേണമെന്ന് തീരുമാനിക്കാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. അപ്പോൾ തന്നെ എൻ്റെ ജോലി കഴിഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ പണി ചെയ്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ആലോചിക്കാറില്ല. ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കും, മാക്സിമം ഇവരുമായിട്ട് ഡിസ്കസ് ചെയ്യും. പിന്നെ നമുക്ക് ഇംപ്രവൈസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇവർ തരാറുണ്ട്. ഇപ്പം പോത്തനും ശ്യാമും എനിക്ക് തന്നൊരു സ്വാതന്ത്ര്യമുണ്ട്. രാജീവ് രവി ആയിരുന്ന ക്യാമറ. അത് സ്വാതന്ത്ര്യമായിരുന്നു എന്നൊക്കെ അറിയുന്നത് പിന്നീടാണ്. കൃത്യമായൊരു ബ്രീഫ് നമ്മുടെ ക്യാരക്ടറിനെ കുറിച്ച് തന്നിരുന്നുള്ളൂ. സിറ്റുവേഷനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ആ ക്യാരക്ടറിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ബാക്കി നമ്മളുടെ ഓർഗാനിക്കലി അത് സംഭവിച്ചോളും, അറിയാതെ തന്നെ നടന്നോളും എന്നുള്ളതായിരിക്കും ശ്യാമും അതിൽ പോതനോടത് മുഴുവനായും പറയാത്തത്. ആക്ഷനൊന്നും ഇല്ലായിരുന്നു. ഒരു ട്രക്കിൻ്റെ മറവിൽ ഞാൻ നിൽക്കായിരുന്നു. അപ്പോൾ ആ ട്രക്ക് അങ്ങോട്ട് പോയാൽ ശ്രീകാന്ത് ഫ്രെയിമിലാണ് എന്നുള്ളതായിരുന്നു ക്യാമറാമാൻ്റെ ബ്രീഫ്, രാജീവ് രവിയുടെ ബ്രീഫ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കീ കൊടുത്തു വിട്ട പാവയെ പോലെ നമ്മൾ നേരെ പോകുന്നു, ആ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. അത്ര എല്ലാ സിനിമകളിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അല്ലാണ്ട് പിന്നീട് സിനിമ വന്നതിന് ശേഷം ജനങ്ങൾ, ഇപ്പം വിഷ്ണു വളരെ സീരിയസ് ആയിട്ട് സിനിമ കാണുന്ന ആളാണ്. അപ്പം
വിഷ്ണു പറയുമ്പോഴാണ് ഞാൻ ആലോചിക്കാറ്, പക്ഷേ ഇത് കണ്ടതിന് ശേഷം ആൾക്കാരൊക്കെ എങ്ങനെ പറയുമായിരിക്കും. എനിവേ അത് കോംപ്ലിമെൻ്റ് ആണ്. ഒരു നടനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്ന പരിപാടികൾ കൺവിൻസിങ് ആവുന്നു, അല്ലെങ്കിൽ ആ ചെയ്യുന്ന പരിപാടി വർക്കാവുന്നു എന്നുള്ളതാണ് അതാണ് സന്തോഷം. പിന്നെ എപ്പോഴും നമ്മൾ ശ്രമിക്കുക ഈ ഒരിടത്ത് തന്നെ നിൽക്കാതെ പലതും ട്രൈ ചെയ്യുക എന്നുള്ളതാണല്ലോ. അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. പല ആൾക്കാരും വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ പോലും ഇന്നിപ്പോൾ അവസരം കുറയുന്നതിനോ ഒക്കെ കാരണം അന്വേഷിച്ചാൽ എനിക്ക് തോന്നുന്നു ആ മാറ്റങ്ങൾക്കൊപ്പം അവർക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത. യെസ്, അപ്പം ഞാനും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ഐ മീൻ ക്യാമറയുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്നിടത്തോളം കാലം. സ്പായിലെ ക്യാരക്ടർ എടുത്തത് തീർച്ചയായിട്ടും ഒരു ക്രിയേറ്റീവ് കോളായിട്ടാ തോന്നിയിട്ടില്ല. എളുപ്പമല്ല അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ ചെയ്തു വലിപ്പിക്കുന്ന പറഞ്ഞാൽ. അതിലെ ഫണ്ണിനും അല്ലെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു എക്സ്ട്രീം ആണല്ലോ ആ ക്യാരക്ടർ. ഞാൻ ആദ്യമായിട്ട് ചോദിച്ചോട്ടെ, കുറേ കാലമായിട്ടുണ്ടാവില്ലേ, അതായത് ഒരു 90% വ്യവസ്ഥനായിട്ടൊരു ക്യാമറയ്ക്ക് മുമ്പിൽ നിന്നിട്ട്? ഞാൻ നിന്നിട്ടേ ഇല്ലല്ലോ. നിന്നിട്ടേ ഇല്ല, അതാ പറയണേ. പല കാരണങ്ങളുണ്ട് അതിന്. അതിൻ്റെ കാരണമാണ് വിഷ്ണു ചോദിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വിഷ്ണു, നമ്മൾക്ക് ചലഞ്ചിങ് ആയിട്ട് തോന്നുന്ന, നമുക്ക് ഭയം തോന്നുന്ന, അയ്യോ ഇതെന്നെ കൊണ്ട് പറ്റുമോ എന്ന് തോന്നുന്ന ഒരു സാധനമുണ്ടല്ലോ, അതെപ്പോഴും നമ്മളെ മുമ്പോട്ട് നയിക്കും. എനിക്ക് തോന്നുന്നു അങ്ങനെ ചലഞ്ചുകൾ ഏറ്റെടുത്തിട്ടുള്ള എല്ലാവർക്കും ഞാൻ ഈ പറയുന്നത് കണക്ട് ആവും, വിഷ്ണുവിനും കണക്ട് ആവും. അപ്പോൾ ആ ഒരു ചലഞ്ചാണ് നമ്മളെയൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. അപ്പം എനിക്കിതൊരു ചലഞ്ചായിട്ട് തോന്നി. എബ്രിഡ് ഷൈൻ എന്നോടത് പറയുമ്പോൾ, എബ്രിഡ് ഷൈൻ എടുത്തൊരു ചലഞ്ചുണ്ട്. ആക്ഷൻ ഹീറോ ബിജു എന്നൊരു സെറ്റിലേക്ക് എനിക്ക് ഉറപ്പുണ്ട്, എന്നെ അന്ന് വൈകിട്ട് 4:15 എന്ന് പറയുന്ന 5 മണി സമയത്ത് എന്നെ കാണുന്നത് വരെ ഞാൻ അവിടെ എങ്ങുമില്ല. എബ്രിഡ് ഷൈൻ്റെ മനസ്സിലുമില്ല, ആ സിനിമയിലേ ഇല്ല, ഒരിടത്തുമില്ല. 5 മണിക്കോ അല്ലെങ്കിൽ 5:15 എബ്രിഡ് ഷൈൻ എടുത്ത ഡിസിഷനിലാണ് ഞാനിപ്പോൾ വിഷ്ണുവിന് മുമ്പിലൂടെ ഇരിക്കുന്നത്. അപ്പോൾ അതൊരു വലിയ ചലഞ്ച് അന്ന് ഏറ്റെടുത്തതാണ്. ആ ഷൈനാണ് എന്നെ വിളിച്ചിട്ട് ശ്രീകാന്ത് ഭായി ഇങ്ങനൊരു പരിപാടി ചെയ്യണം എന്നാണ്. തന്നെയല്ല, ഷൈനും ഇന്നതാണ് ഞാൻ ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായൊരു പരിപാടി ഒന്നും ഷൈൻ്റെ മനസ്സിലോ പ്ലാനില്ല. ഞാനവിടെ ചെല്ലുന്നു, എന്നെ കാണുന്നു, കണ്ടതിന് ശേഷമാണ് ആ സ്ക്രീൻ പ്ലേയുടെ സ്ട്രക്ചർ പോലും ഷൈൻ ഇരുന്നുണ്ടാക്കുന്നത്. വൺ ഡേ ഞാൻ അവിടെ പോയി വൈകുന്നേരം വരെ ഇരുന്നിട്ട് പോരായത്. പിറ്റേന്നാണ് ഞാൻ പോയി ഷൂട്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് എനിക്കൊരു ബ്രീഫൊക്കെ തന്നു. അപ്പോൾ ഞാനും മാനസികമായിട്ടൊന്ന് തയ്യാറായിട്ടാണ് പോയത്. പിന്നെ ഈ വിവസ്ത്രനാവൽ എന്നുള്ളതും ഒക്കെ ഇതിന്റെ ഭാഗമല്ലേ. അപ്പൊ അതിനെ മാത്രമായിട്ട് അതെ, അപ്പൊ അതിനെ ഞാൻ അങ്ങനെ വിവസ്ത്രനാവലിനെ ഞാൻ കാണുന്നില്ല എന്ന് പറയാം. വസ്ത്രമുള്ളതും വസ്ത്രമില്ലാത്തതും ഒക്കെ ഇതിന്റെ ഭാഗമാണ്, ഈ ക്യാരക്ടറിന്റെ ഭാഗമാണ്. അങ്ങനെ ചിലപ്പം ചിന്തിക്കേണ്ടതുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല. ഇൻസെക്യൂരിറ്റികളൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് ഇല്ല, അങ്ങനെ ഒരു സംഗതി എനിക്കില്ല. എന്തോ നമ്മളെന്തായാലും ആ ക്യാരക്ടർ അല്ലേ, നമ്മളല്ലല്ലോ, അത്രേ ഉള്ളൂ. അപ്പോൾ അത് പിന്നീട് എൻ്റെ പ്രധാനപ്പെട്ട കൺസേൺ ഈ പറയുന്ന മീറ്ററിലേക്ക് അത് എത്തിക്കുക എന്നുള്ളതാണ്. അതൊക്കെയാണ് നമുക്ക് പറയാവുന്ന വാക്കുകൾ. ആ ടെൻഷൻ എനിക്ക് ശരിക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിപ്പം അയ്യോ എൻ്റെ ശരീരം ആരെങ്കിലും കാണുമല്ലോ എന്നുള്ള വെപ്രാളമൊന്നും, അങ്ങനെ ഒരു കൺഫ്യൂഷൻ എനിക്കില്ലായിരുന്നു. എൻ്റെ പോർഷൻ ഷൂട്ട് കഴിഞ്ഞിട്ട് പിന്നീടും കുറേ 10-15 ദിവസത്തോളം ഷൂട്ടിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ദിവസം ഞാൻ ഷൈനെ വിളിച്ചിട്ട് ഞാനും സംഗീതയും മാധവനും ഞങ്ങൾ 3 പേരും ഒരുമിച്ച് പോയി. ഞാൻ ചെയ്ത പോർഷൻസ് എല്ലാം ഷൈൻ അവർക്കെല്ലാം കാണിച്ചു കൊടുത്തു. സംഗീതയും മാധവനൊക്കെ ഇരുന്ന് കണ്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത്. സ്പോട്ട് എഡിറ്റ് കണ്ടിട്ടാണ് പോകുന്നത്. അവരും അതിനെ ആ നിലയ്ക്ക് തന്നെ എടുത്തു. വേണമെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കൺസേൺ ആയിട്ട് എനിക്ക് തോന്നിയത് സംഗീതയും മാധവനൊക്കെ അതെങ്ങനെ എടുക്കും എന്നുള്ളതായിരുന്നു. എനിക്ക് വേറെ ടെൻഷൻ ഒന്നുമില്ല. കാരണം ജനങ്ങൾക്ക് എപ്പോഴും അപ്പോൾ കാണുന്നതാണ്. ഇപ്പോൾ വന്ന് പുതിയൊരു ഈ സ്ക്രോൾ ചെയ്ത് പോകുന്ന കൂട്ടത്തിൽ ആ ഒരു ടൈം സ്പാനിൽ മാത്രമാണ് ഇതൊക്കെ മനസ്സിൽ നിൽക്കുക. പിന്നെ നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്തെങ്കിൽ അതിനെക്കുറിച്ചായിരിക്കും ആൾക്കാർ പറയുക, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ കണ്ടു വളർന്ന അതിപ്രഗത്ഭരായിട്ട് പല കലാകാരന്മാർക്കും പലതും ഇവിടെ ചെയ്യാൻ പറ്റില്ല. എൻ്റെ മെയിൻ കൺസേൺ എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അവരെ കാണിച്ചു. അതോടുകൂടി ഞാൻ പാസ്സായി, ടെസ്റ്റ് പാസ്സായി. അങ്ങനത്തെ മനുഷ്യരെ, അതായത് ഇപ്പോഴൊക്കെയാണ് കുറച്ചായിട്ടല്ലേ ഉള്ളൂ ആളുകളെ BDSM അല്ലെങ്കിൽ പെയിൻ ഇൻഫ്യൂസ് ചെയ്തിട്ട് ഉള്ള ആനന്ദങ്ങളെ പറ്റിയിട്ടൊക്കെ, ഡാർക്ക് ഫാൻറ്റസി ഈ ഏരിയകളെ പറ്റിയൊക്കെ ഒന്ന് തുറന്ന് സംസാരിച്ചു തുടങ്ങിയിട്ട്. അപ്പോൾ ഇങ്ങനൊരു കാര്യമാണ്, ഈ ഒരു ഏരിയയാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനെ പറ്റിയുള്ള വായനയോ അതിനെ പറ്റിയിട്ടുള്ള എബ്രിഡ് ചർച്ചയോ അതിൽ ഫണ്ണും കൂടി ഉണ്ടാക്കണമല്ലോ. അയാൾ ഭയങ്കര സീരിയസ് ആണ്, നമുക്കാണ് അത് ഫൺ. അയാൾ ഭയങ്കര കാര്യമായിട്ടാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ പറ്റിയൊരു സംസാരം ഉണ്ടാവാറുണ്ടോ? ഈ സിനിമയുടെ കേസാണെങ്കിൽ ഇതിൽ എബ്രിഡ് ഷൈൻ കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തന്നിരുന്നു എന്താണ് വേണ്ടത്. അതിൽ നിന്ന് എന്ത് കണ്ടോ അത് മുഴുവൻ എബ്രിഡ് ഷൈൻ എനിക്ക് പറഞ്ഞു തന്നത് തന്നെയാണ്. ഇന്ന ഈ മീറ്ററിൽ ഇന്ന രീതിയിൽ ചെയ്യണമെന്ന് എനിക്ക് പറഞ്ഞു തന്നത് തന്നെയാണ്.
പിന്നെ നമ്മളാണല്ലോ ചെയ്യുന്നത്. എന്തൊക്കെ പറഞ്ഞാലും അതാണല്ലോ നടന്റെ വലിയ ഒരു പെർഫോമറിന്റെ ഏറ്റവും വലിയ ചലഞ്ച് അതാണ്. അതെ അതെ അതെ. ഇവരെത്രയോ കാലമായി ആലോചിച്ച് വെച്ചിട്ടുള്ള ഒരു പരിപാടിയെ ആക്ഷന്റെയും കട്ടിന്റെ ഇടയിൽ കറക്റ്റായിട്ട് ചെയ്യാന്ന് പറയുന്നതാണല്ലോ നടന്ന ടെക്നീഷ്യന്റെ പണി. അപ്പോൾ ആ നിലയ്ക്ക് ഞാൻ കൃത്യമായിട്ട് കേട്ടിരുന്നു. പിന്നെ ഈ ഡിസ്കഷൻ ആണെങ്കിൽ ശരിക്കും പൊതുവേ നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളെ കുറിച്ചിട്ടും ഞാൻ നല്ലപോലെ ആലോചിക്കുകയും കിട്ടാവുന്ന ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സ്വഭാവം സിനിമയിൽ അല്ലെങ്കിൽ തന്നെ എനിക്കുണ്ട്. പിന്നെ ബേസിക്കലി നമ്മളൊക്കെ ഭയങ്കര പ്രിട്ടൻഷ്യസ് ആയിട്ടുള്ള ലോകത്താണല്ലോ ജീവിക്കുന്ന വിഷ്ണു. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ഒത്തിരി ഒഫൻസ് ഒക്കെ ഉണ്ടാവും. പ്രധാനമായിട്ട് നമ്മൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ചോ നമ്മൾ ശ്വസിക്കുന്ന വായുവിനെ കുറിച്ചോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചൊന്നും അല്ല നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ അതിലുണ്ട്. അടിസ്ഥാനപരമായി നമ്മൾ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം കഴിക്കുന്ന ഭക്ഷണം എത്രമാത്രം ആരോഗ്യമുള്ളതാണ്, ഈ പോക്ക് പോയാൽ എത്ര നാൾ നമുക്ക് ഡയബറ്റീസ് ഒന്നും ഇല്ലാണ്ട് പോകാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളം എവിടെ നിന്നുള്ള വെള്ളം കിട്ടുന്നുണ്ടോ, വെള്ളം മലിനമാണോ, ശ്വസിക്കുന്ന അതിനെക്കുറിച്ചൊന്നും ഡിസ്കഷൻ ഇല്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് വെച്ചാൽ എല്ലാവരും ഇത് കേൾക്കുമ്പോൾ എന്നെ ശകാരിച്ചോട്ടെ, എന്നാലും ഞാൻ പറയാണ്, ഭർത്താവും ഭാര്യയും രാത്രിയിൽ എല്ലാ തിരക്കും കഴിഞ്ഞ് ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ ആ ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്തേക്കടി എന്ന് പറയുന്ന ഭർത്താക്കന്മാരാണ് ഒരു വലിയ ശതമാനവും. ഇനി എങ്ങാൻ ഭർത്താവ് മറന്നുപോയെങ്കിൽ, ആ വെപ്രാളത്തിൽ മറന്നുപോയെങ്കിൽ പിള്ളേർ കാണും ലൈറ്റ് ഓഫ് ചെയ്യേ എന്ന്. ഈ ലൈറ്റ് ഓഫ് ചെയ്യലാണ് നമ്മുടെ ഇരുട്ടിലാണ് നമ്മുടെ എല്ലാ രതിസങ്കല്പങ്ങളും പൂർത്തിയാകുന്നത്. രതിസങ്കല്പമായിക്കോട്ടെ, നമ്മുടെ സ്വകാര്യത എല്ലാം ഇരുട്ടിലാണ് എന്നാണ്, നമ്മൾ ഇരുട്ടത്ത് വേണം. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. അപ്പോൾ അതിനെ ഒന്ന് വെളിച്ചത്തിൽ കൊണ്ടുവരാൻ ഒരു പെർഫോമർ, ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് ഏതെങ്കിലുമൊക്കെ അവസരം കിട്ടിയാൽ അതൊക്കെ ഏറ്റവും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ആഗ്രഹം എനിക്കുണ്ട്. കുറേ കാര്യങ്ങളിൽ നമ്മൾ വളരെ ഫേക്കാണ്, നമ്മൾ വളരെ പ്രിട്ടൻഷ്യസ് ആണ്, നമ്മളെല്ലാവരും ആണ്. നമ്മളുടെ ഉള്ളിലുള്ള വിചാരങ്ങളൊന്നും അല്ല നമ്മൾ പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യുന്നത്. എല്ലാം പറയണമെന്നല്ല അവിടെ ഞാൻ പറയുന്നത്. ചില ഇടങ്ങളിൽ നമ്മൾ വളരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിൻ്റെ ഒരു സുഖവും അതിൻ്റെ ഒരു ഭാരക്കുറവും ഒക്കെ നമുക്കുണ്ട്. പല പ്രശ്നങ്ങളും അതിലൂടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കുറേ ഇടത്തെങ്കിലും നമ്മളൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിരുന്നാൽ. എല്ലായിടത്തും എന്നല്ല ഞാൻ പറയുന്നത്, കൃത്രിമങ്ങളുടെ ലോകത്ത് കൃത്രിമങ്ങൾ വേണം. അപ്പോൾ അതിന് ഇപ്പോൾ ഈ സിനിമയിൽ നമ്മൾ പറയുന്നതും അങ്ങനെ പെട്ടെന്നൊരാളും ആലോചിക്കാത്ത സ്പാ എന്ന സമ്പ്രദായത്തെ പറ്റി പോലും നമുക്കറിയില്ല. സ്പാ എന്ന് കേൾക്കുമ്പോഴേ നമ്മളതിനെ മറ്റു രീതിയിലാണ് കാണുക. കാരണം നമുക്ക് ഫുക്കറ്റിനെ കുറിച്ചും തായ്ലൻഡിനെ കുറിച്ചൊക്കെ അറിയുള്ളൂ, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നതിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മളതിനെ വളരെ ആക്ഷേപത്തോടെ കാണുക. സ്പാ അല്ലേ എന്നാണ് ചോദിക്കുന്നത്. മറിച്ച് ഉരുച്ചിലിനെ കുറിച്ചും തിരുമലിനെ കുറിച്ചും നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. അവിടെയും നമ്മൾ തുണിയിലാണ്ട് ഒരു ലങ്കോട്ടി മാത്രം എടുത്തിട്ട് പോയി കിടക്കുക. എനിക്കിത് പറയാൻ മറ്റാരേക്കാൾ കൂടുതൽ കഴിയും. കാരണം ഞാനൊരു കഥകളി വിദ്യാർത്ഥിയായിട്ട് വാഴയങ്കട കുഞ്ചനാരാശാൻ്റെ പ്രഥമ ശിഷ്യനായിട്ടുള്ള കലാമണ്ഡലം CR രാമൻ നമ്പൂരിയുടെ കൂട്ടത്തിൽ 83 മുതൽ ഒരു 6-7 വർഷം കൃത്യമായി കഥകളി ഒരു കളരിയിൽ അഭ്യസിച്ച ആളാണ് ഞാൻ. അപ്പോൾ വർഷകാലത്ത് കർക്കിടക മാസം തുടങ്ങിയാൽ ചിങ്ങം വരെ ഒരു 2.5 മാസം 3 മാസക്കാലഘട്ടം, കർക്കിടകം തുടങ്ങുമ്പോൾ മുതൽ ചിങ്ങം കഴിയുന്നത് വരെയുള്ള 3 മാസക്കാലം എല്ലാ ദിവസവും രാവിലെ 3:30 എഴുന്നേറ്റ് ഇതേപോലെ കച്ച കെട്ടി, നൂല് ബന്ധമില്ലാതെ, ഈ കച്ച മാത്രമേ ഉള്ളൂ, നമ്മൾ കച്ച കെട്ടി ദേഹത്തെല്ലാം എണ്ണ തേച്ച് ചവിട്ടി തിരുമ്മി, ഇതൊക്കെ കഥകളിയുമായി ബന്ധപ്പെട്ട കടലിപ്പേറ്റും അങ്ങനെ തന്നെയാണ്. അത് നമ്മളുടെ ആയുർവേദം മലയാളത്തിൻ്റെതാണെന്നുള്ള പറയാം. നമ്മളിതിൻ്റെയൊക്കെ കൂടെയാണ്. പക്ഷെ നമുക്ക് നഗ്നത എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഭയങ്കരമായ തോന്നല്. അതുപോലെ തന്നെ ഈ പറയുന്ന സ്പായെ കുറിച്ചിട്ടുള്ള, എന്താണ് സ്പാ, ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള സ്പാ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും നമുക്കാർക്കും അറിയില്ല. നമ്മൾ അറിയാതെ കമൻ്റ് അടിക്കാം. പിന്നെ ഇതിൽ ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം, ഇതൊക്കെ പറയുമ്പോഴും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ധാരാളം തിയേറ്ററുകളിൽ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് പോകുന്നുണ്ട്. ഷൈനും ഞങ്ങൾ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. വേറൊന്നുമല്ല, മറ്റ് സിനിമകൾക്കും പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇതിന് പോകുന്ന സ്ഥലത്ത് എങ്ങനെയാണ് ജനം ഇതിനെ എടുക്കുന്നത് എന്നുള്ളത് മറ്റു സിനിമകളിലൂടെ ഇതിനെ ടോട്ടലി ഒരു മാറ്റം, ഒരു ട്രാൻസ്ഫോർമേഷൻ ഉറപ്പായും സംഭവിക്കുന്നുണ്ട്. അത് സംഭവിക്കണം എന്നുള്ളതായിരുന്നു സംവിധായകന്റെ സിനിമ ഉണ്ടാക്കിയ ഷൈൻ്റെ ആഗ്രഹം. കൾച്ചറൽ ഷോക്ക് കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ കൾച്ചറൽ ഷോക്ക് കിട്ടുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷമാണ്. അതായത് സ്പാ എന്നൊരു സിനിമയിലൂടെ മറ്റ് സിനിമകളിലൊക്കെ പണിയെടുക്കണമെങ്കിൽ, ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു, ശ്ലോകത്തിൽ പറഞ്ഞാൽ സ്പാ എന്ന സിനിമയിലൂടെ അങ്ങനെ ഒരു കൾച്ചറൽ ഷോക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ആ സിനിമയിൽ ഉണ്ടായിരുന്നതിൻ്റെ ഒരു സന്തോഷം, അഭിമാനമൊക്കെ ഇപ്പോൾ തോന്നുന്നത്. ഇപ്പോൾ പക്ഷേ നമ്മുടെ ഈ ജനറേഷൻ്റെ മാറ്റം കൊണ്ടാണോ അല്ലെങ്കിൽ ജനറേഷൻ ഗ്യാപ്പ് വന്നതാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പോഴത്തെ ജനറേഷൻ കുറച്ചുകൂടി, ഇപ്പോൾ എൻ്റെ ജനറേഷനും സോൻ്റെ ജനറേഷനും ഈ ഒരു കാണാൻ ഭംഗിയുള്ള, അതായത് ആരോഗ്യത്തിലൂടെ ഗാത്രനൊക്കെ ആയിട്ട് ഒരാളെ നോക്കിയിട്ട് നീ ഭയങ്കര സെക്സി ആയിട്ടുണ്ടടാ അല്ലെങ്കിൽ ഉണ്ടടി എന്ന് പറയാനുള്ളൊരു ആർജവം ഉണ്ടായിരുന്നില്ല.
പക്ഷെ ഇന്ന് ഇപ്പോൾ കുട്ടികൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 6 പാക്ക് കാണിച്ചൊരു പയ്യൻ നിൽക്കുകയാണെങ്കിൽ ഒരു പെൺകുട്ടി ലുക്കിംഗ് ലൈക്ക് എ സ്നാക്ക് എന്നൊക്കെ കുട്ടി അടിയിൽ ചിലപ്പോൾ കമന്റ് ഇടും. അത് ഭയങ്കരമായിട്ട് അതിനെ ആഘോഷിക്കുകയും അല്ലെങ്കിൽ അത് ഭയങ്കര ഈസി ആയിട്ട് അവർ എടുക്കുകയും ചെയ്യും. ഇപ്പൊ കുറച്ചുകൂടി ഇപ്പോഴത്തെ ജനറേഷൻ കുറച്ചുകൂടി ആ കാര്യങ്ങളിൽ ഓപ്പണും ട്രാൻസ്പാരന്റും അങ്ങനെ തോന്നുന്നുണ്ടോ? എല്ലാ കാലത്തും അതുണ്ട്, എല്ലാ കാലത്തും ഉണ്ടല്ലോ. അതിന്റെ പല രീതിയിലുള്ള എക്സ്പ്രഷൻസ് ആണല്ലോ. നമ്മൾ അജന്തയിലും എല്ലോറയിലും ഖജുരാഹയിലും പോയാൽ നമ്മൾ കാണുന്നത് എന്താണ്? നമ്മളുടെ നാട്ടിൽ തന്നെ മലയാളികൾക്ക് തന്നെ മണിപ്രവാള കാലത്ത് എഴുതപ്പെട്ടിട്ടുള്ള കവിതകളൊക്കെ എടുത്ത് വെച്ച് വായിച്ചു നോക്കിയോ. അല്ലെങ്കിൽ വേണ്ട ഈ അടുത്ത കാലത്ത് തന്നെ മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള കവികളെയോ അല്ലെങ്കിൽ സിനിമാ ഗാന രചയിതാക്കളെയോ അല്ലെങ്കിൽ സാഹിത്യകാരന്മാർ അവരൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ അതിനെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇത് പല രീതിയിൽ നമ്മളിത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ഇത് വെൻഡ് ഔട്ട് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇത് പുറത്തേക്ക് വിടണമെന്ന് ഞാൻ പറയണം. അങ്ങനെ പുറത്തേക്ക് പോവാത്തത് കൊണ്ടാണ് മറ്റു പല പ്രശ്നങ്ങളിലൂടെ ഉണ്ടാവുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളിപ്പോൾ അതിൻ്റെ ഒരു ഡിസ്കഷൻ അല്ലാതെ ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. അപ്പം കുട്ടികൾ അങ്ങനെ പറയുന്നു എന്ന് പറയുന്നത് അവരുടെ ഒരു വേ ഓഫ് എക്സ്പ്രഷനാണ്. അതിനൊരു വേ ഓഫ് എക്സ്പ്രഷൻ ആയിട്ട് തന്നെയാണ് കാണേണ്ടത്. എസ്പെഷ്യലി സോഷ്യൽ മീഡിയ ഇത്രയും ഉണ്ട്, സോഷ്യൽ മീഡിയ ഇത്രയും എക്സ്പോസ്ഡ് ആണ്, എല്ലാവരുടെയും ഫിംഗർ ടിപ്പിൽ ഇൻഫർമേഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ അതുകൂടി അറിഞ്ഞ് നമ്മൾ നിൽക്കുക എന്നുള്ളതാണ്. ഇതിനൊരു വരമ്പൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. ചിലയിടത്ത് ചിലത് എന്ന് പറയുന്ന അതാണല്ലോ മനുഷ്യന്റെ ഏറ്റവും വലിയ വ്യത്യാസം. മറ്റു മൃഗങ്ങളിൽ നിന്നും മനുഷ്യനുള്ള ഈ ഒരു പകുത്തറിവ് എന്നൊക്കെ പറയും, തിരിച്ചറിവ് എന്ന സാധനം അതുണ്ടാവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എവിടെയാണ് പറയുന്നത് എന്നൊക്കെ പറയുന്ന ഒരു സഭ്യതയുടെ ഒരു അതിർവാരം അതുണ്ടാവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം കുട്ടികൾ അങ്ങനെ എഴുതുന്നെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. ഞാൻ ആ എഴുത്ത് മാത്രമായതിനെ കാണാതിരിക്കുക. അത് ആരെഴുതിയെന്നും എവിടെ നിന്ന് എഴുതിയെന്നും ഏത് മൂഡിൽ എഴുതിയെന്നും ആ കുട്ടിക്ക് എത്ര പ്രായമായി എന്നൊക്കെ പറയുന്ന ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ആ എഴുത്ത് മാത്രമായിട്ട് അതിനെ കാണുമ്പോഴാണത് ചിലപ്പോൾ പക്ഷേ പിന്നെ ഞാൻ എൻ്റെ പ്രായമൊക്കെ ഉണ്ട് വായിക്കുന്ന ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം പല ആഘോഷങ്ങൾക്കും നമ്മൾ പങ്കെടുക്കുമ്പോൾ ഇപ്പോൾ കല്യാണത്തിനൊക്കെ 4 ദിവസം നീണ്ടു നിൽക്കുന്ന കല്യാണം കാണുമ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് അയ്യോ ഇത് എന്തൊരു ഓവറാണെന്ന്. പക്ഷെ കുട്ടിക്കാലത്ത് നമ്മളിത് ഭയങ്കര ആഘോഷമായിട്ട് കൊണ്ടാടിയിരുന്നത് ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ടുണ്ട്. അപ്പം ഇത് പ്രധാനമായും നമ്മളിതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നത് എനിക്ക് തോന്നുന്നു ഇത് എത്രമാത്രം സപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു അത്ര കണ്ട് ഇത് ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ അത്ര കണ്ട് ഇത് പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് മാക്സിമം ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ചുകൂടി ഒന്ന് റിലാക്സ്ഡ് ആയിട്ടൊക്കെ ഇരിക്കാം നമുക്ക്. ഏതെങ്കിലും ഒരു സമയത്ത് ഈ ഇരുട്ടിൽ അല്ലെങ്കിൽ ഒളിഞ്ഞു നോക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ നമ്മുടെ, അത് മറിഞ്ഞു കിടക്കുന്നതിന് ഒന്ന് തുറന്നു നോക്കാനുള്ള അത് മനുഷ്യന്റെ ബേസിക് സംഭവമാണ്. അതെ അതെ ഒരു എന്താ പറയണ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നതിന് നല്ല പീപ്പിംഗ് നല്ല വാക്കാണ്. ഇതൊക്കെ എല്ലാ കാലത്തും ഉണ്ടെന്നേ. നമ്മൾ ഏത് എപ്പിക്സ് എടുത്ത് നോക്കിക്കോളൂ, ഏത് സൃഷ്ടി എടുത്ത് നോക്കി, ഏത് ക്രിയേറ്റീവ് പരിപാടി എടുത്ത് നോക്കിക്കോളൂ, അതിലൊക്കെ ഇതെല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ സമ്മതിക്കാൻ തയ്യാറല്ല, അഡ്രസ് ചെയ്യാൻ തയ്യാറല്ല. നമ്മളതിനെ മറ്റു പല ഡിവോഷൻസിൻ്റെയോ അല്ലെങ്കിൽ ഭക്തിയുടെയോ ഒക്കെ ചെറിയ നിറം കൊടുക്കുമ്പോഴേക്കും അതൊക്കെ നമുക്ക് ഭഗവതിയെയും ഭഗവാനെയും ഒക്കെ നമ്മൾ വർണ്ണിച്ചിട്ടുള്ള ശ്ലോകങ്ങളൊക്കെ എടുത്ത് നോക്കുള്ളൂ. അതിലും ഡീറ്റെയിൽസ് നമ്മൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ അതിലൊക്കെ നമ്മൾ ഭഗവതിയെ വരെ പലപ്പോഴും നമ്മൾ ആരാധിക്കുന്നത് നമ്മൾ ഈ പറയുന്ന അതിൽ മലയാളത്തിൽ എഴുതുമ്പോഴേക്കും അത് ഭയങ്കര ഫിസിക്കൽ ആട്രിബ്യൂട്ട്സിനെ പ്രൈസ് ചെയ്തിട്ട് തന്നെയാണ് കുറേ ശ്ലോകങ്ങളുള്ളത്. അതെ അതെ. ഇപ്പം അംഗത്തിലെടുത്തെൻ്റെ കൊങ്കത്തടങ്ങൾ കര പങ്കജം കൊണ്ടവൻ തലോടി എന്ന് എഴുതുമ്പോൾ നമുക്കത് ഭയങ്കര സാഹിത്യ സൃഷ്ടിയാണ്. മറിച്ച് ഇത് മലയാളത്തിൽ നമ്മൾ പറയുമ്പോഴേക്കും അത് നോക്കൂ എനിക്ക് വരെ മലയാളത്തിൽ പറയാൻ പറ്റില്ല. അപ്പം നമുക്കൊരു ഒരു പ്രിട്ടൻഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഈ ആശാൻ മറ്റേ വാസവദത്തനെ കരുണയിൽ പറയണത് ഈ പങ്കജം പോലെയാണ് വലങ്കാൽ ഇടങ്കാലിന്റെ മുകളിൽ കയറ്റി വെച്ചാൽ വാസവദത്തൻ അങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. തൊടയാണ് പ്രധാനം. ആശാൻ വരെ അവിടെ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. അതെ അതെ അതെ. അല്ല ഞാൻ അതിനു മുമ്പും ഇപ്പൊ ഞാൻ പറയട്ടെ മലയാളത്തിലായതുകൊണ്ടാണ് ഇതിന്റെയൊക്കെ ഒരു സൗന്ദര്യാത്മകമായ ഒരു വശമുണ്ട്, എസ്തെറ്റിക്സ് ഉണ്ട്. അതെ അതിനെ ആസ്വദിക്കാനാണ് അവരൊക്കെ ശ്രമിച്ചിട്ടുള്ളത്. യാതൊരു അൺകണ്ടീഷണൽ ആയിട്ട് അതിനെ തുറന്ന് ആസ്വദിക്കുകയാണ്. അതുകൊണ്ട് ഇത്ര മനോഹരങ്ങളായിട്ടുള്ള ശില്പങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പം അതിനെ അങ്ങനെ ആസ്വദിക്കാൻ പറ്റാതെ പോകുന്നതിന് എന്താണ് കാരണം നമ്മൾ അന്വേഷിക്കണം. അത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. നമ്മളുടെ റിസർച്ച് വേണം. അതേ സമയത്ത് തന്നെ നമ്മൾ എന്താ പറയുക രാത്രി 11 കഴിയുമ്പോൾ യൂട്യൂബിൽ നമ്മൾ പലതും കാണാൻ ശ്രമിക്കുന്നുണ്ട്. ആരും അറിയാതെ എത്രയോ പേര് ശ്രമിക്കുന്നുണ്ട്.
ഇതൊക്കെ ഒഫൻസീവായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാതെ. അപ്പോൾ ഇതിനൊക്കെ ആത്മപരിശോധന നടത്തുന്നത് വളരെ നല്ലതാണ്. എന്തുകൊണ്ട് ആണ് ഞാൻ ഇതിനെ വിമർശിക്കുന്നത് എന്ന് ഞാൻ തന്നെ ഒന്ന് ആലോചിച്ചാൽ രസമാവും. അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഇതൊരു വേ ഓഫ് എക്സ്പ്രഷനാണ്. സിനിമയെ അങ്ങനെ കണ്ടാൽ മതി. പല രീതിയിലുള്ള സിനിമകൾ നമ്മൾ കാണുന്നുണ്ട്. ആ കൂട്ടത്തിൽ സ്പാ എന്ന സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ആ സിനിമ അത്തരത്തിലുള്ള അന്വേഷണവും ഒരു തുറന്ന് കാട്ടലുമാണ്. അതേസമയം തന്നെ ബ്രിഷ്യൻ പറയുന്നുണ്ട് ഇത് എൻ്റെ സ്പായാണ്, ഇത് മറ്റേ നിങ്ങൾ പോകുന്ന റിയൽ സ്പായോ ഒറിജിനൽ സ്പായോ ആയിട്ട് നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്പായായിട്ടോ ഒന്നും നിങ്ങളിതിനെ കാണുക വേണ്ട. എൻ്റെ ഒരു അത് കണ്ടപ്പോൾ അങ്ങനെ സ്പായെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ ഒരു സിനിമാക്കാരൻ എന്ന നിലയ്ക്ക് ഇങ്ങനെയൊന്ന് കഥയാക്കിയാൽ എന്ത് എന്ന് ഞാൻ ആലോചിച്ചു എന്നാണ് ഷൈൻ വളരെ തുറന്നു പറയുന്നത്. എൻ്റെ ജിമ്മിക്കിങ് കമ്മലും എൻ്റെ അപ്പൻ കട്ടുകൊണ്ടുപോയി, എൻ്റെ അമ്മയുടെ ബ്രാൻഡി കുപ്പി, എൻ്റെ അപ്പൻ്റെ ബ്രാൻഡി കുപ്പി എൻ്റെ അമ്മ കുടിച്ച് തീർത്ത്. നമ്മൾ ആഘോഷിച്ച പാട്ടാ അത്, അല്ലേ? പിന്നെ നമ്മൾ എന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? മറിച്ച് വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്നത് എഴുതണമെങ്കിൽ ആ വിയർപ്പ് എന്താന്നൊക്കെ അറിയണം. അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം, കുടിച്ച കള്ളമൊന്നും പറയില്ലടാ. അല്ല, ഏറ്റവും അധികം മനുഷ്യൻ ഓപ്പൺ ആവുന്ന ഒരു ഏരിയ ആണല്ലോ ആ മദ്യപാന സസ്തകൾ. അതെ, പക്ഷെ അത് ഇദ്ദേഹം വേണം എഴുതിയത് കൊണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. ഞാൻ പറയുന്നത് ഇതിനൊന്നും ഭയങ്കര അഗ്രസീവായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഒരു ശത്രുതാ മനോഭാവത്തോടെ അല്ലാതെ നമ്മളൊക്കെ മനുഷ്യരാണെന്ന് പറയുന്നൊരു വളരെ സാധുവായ ഒരു സത്യം മനസ്സിൽ വെച്ചിട്ട് ഇതിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര രസമാണ്. ഒരാൾ കാണിക്കുന്ന ധൈര്യം ഉണ്ടല്ലോ അവിടെ. ഞാനിപ്പം വേടനെ മാത്രമല്ല, ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് വേടനെ കുറിച്ച് പറയുന്നേ ഉള്ളൂ. എനിക്കെന്തായാലും ജിമ്മിക്കിങ് കമ്മലുവിനേക്കാളും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള, കുറച്ചെങ്കിലും സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു വരിയാണ് വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടും സിനിമാ പാട്ടുകളായിട്ടാണ് വന്നത്, രണ്ടും പോപ്പുലറായി. ഞാൻ രണ്ടിനും കൈയടിച്ച ആളാണ്, രണ്ടിൻ്റെ ഒപ്പം നിന്ന ആളാണ്. ഈ ഇതിനകത്തെ ഇപ്പം ഈ ഡോക്ടറുടെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടല്ലോ, വളരെ സഫിസ്റ്റിക്കേറ്റഡ് ലുക്കാണ് പുള്ളിയുടെ. അതായത് ലോ ആംഗിൾ ഷോട്ടിൽ നിന്ന് തുടങ്ങുന്ന ഷൂ ഒക്കെ ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അയാൾ എങ്ങനെയാണ് അതിൻ്റെ എൻ്റെ, അത് ഞാൻ പറയുന്നില്ല, സ്പോയിലേഴ്സ് ആണ്, അയാൾ എങ്ങനെയാണ് എൻ്റെ പാവണം. ശരിക്കും ഇത് പിന്നെ ചോദിച്ചിട്ടുണ്ടോ, ഇത് ഒരു മലയാളിയുടെ ഇരട്ടത്താപ്പിനെയാണോ ഷൈനെ കളിയാക്കുന്നത്, എന്താ അങ്ങനെ എന്തെങ്കിലും കോൺവെർസേഷൻ ഉണ്ടായിട്ടുണ്ടോ? സത്യത്തിൽ അങ്ങനെ ഒരു ചോദ്യം ഇല്ലല്ലോ. അതാണല്ലോ ഇപ്പൊ എനിക്കത് ഷൈനോട് ചോദിക്കേണ്ട കാര്യമില്ല. എത്രയോ പേരെ നമ്മൾ കാണുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇത്രയും സ്ട്രോങ് ആയപ്പോൾ എത്രയോ വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. ഇതിലെ സത്യാവസ്ഥയൊന്നും നമുക്കറിയില്ല. സത്യം നമുക്ക് വേണ്ടല്ലോ, നമ്മൾ എല്ലാം വാർത്തയാണ്. അപ്പൊ ഈ വാർത്ത കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനൊരു വാർത്ത വരണമെങ്കിലോ, ഈ വാർത്ത വെറുതെ വരില്ലല്ലോ, ഏതെങ്കിലും ഒരാൾ അത് കാണുകയും അത് ക്യാപ്ചർ ചെയ്യുകയും അതൊരു നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുകയൊക്കെ വേണമല്ലോ. അപ്പം ഈ മനസ്സുള്ള ഇങ്ങനെയൊരു പരിപാടി ആരോപിക്കുന്ന ഒരാളും ആരോപിക്കപ്പെടുന്ന ഒരാളും ഒക്കെ തമ്മിൽ എത്രമാത്രം വ്യത്യാസം ഉണ്ടെന്ന് ആലോചിച്ചാൽ മതി. എൻ്റെ മനസ്സ് എന്നൊരു സംഭവമുള്ളൂ, എൻ്റെ മനസ്സുകൊണ്ടാണല്ലോ ഞാൻ ഓരോന്നും കാണുന്നത്, അല്ലേ? ക്ഷീരമുള്ള ഒരു അകിടൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിൻ്റെ കൗതുകം എന്നൊക്കെ. അപ്പോൾ നമ്മളെങ്ങനെ കാണുന്നു എന്നുള്ളതാണ് വളരെ വിദഗ്ധമായി പണ്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് കാണേണ്ടതും എനിക്ക് വേണ്ടതുമാണ് ഞാൻ ഈ എൻ്റെ കാഴ്ചയിൽ നിന്നും എൻ്റെ കേൾവിയിൽ നിന്നും ഞാൻ എടുക്കുക. അപ്പം ഞാനത് എടുക്കുന്നുവെങ്കിൽ ഞാൻ എന്താണെന്നുള്ളത് വളരെ വ്യക്തമാണ് അവിടെ. അപ്പോൾ അത് അങ്ങനെയാണ് കാണണം എന്നുള്ളതാണ്. ഇപ്പം പ്രിട്ടൻഷ്യസ് രണ്ട് മുഖമുള്ള ഒരാളെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അവതരിപ്പിക്കാം. അപ്പം അല്ലേ, രണ്ടും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക്, ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് സിനിമ എന്നുള്ളത് മാറ്റിക്കോളൂ, ഏത് ആർട്ട് ഫോം ആയാലും. അങ്ങനെയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ പറയട്ടെ, ഇതുകൊണ്ട് വലിയൊരു മാറ്റമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ സിനിമയ്ക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് എലമെൻ്റ് ഉണ്ട്, ഒരു ബിസിനസ് കൊമേഴ്ഷ്യൽ എലമെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് സിനിമ നമ്മൾ കാണേണ്ടത്. അതിനെ കണ്ട് നമുക്ക് എടുക്കാവുന്നത് എടുക്കുക എന്നുള്ളതാണ്. ഞാനെടുത്തത് ശരിക്കും വിഷ്ണു ഇത് കൊള്ളാലോ ക്യാരക്ടർ എന്നാണല്ലോ ഞാൻ ആലോചിക്കുക. ഇത് പിന്നെ രണ്ടാമത് ആലോചിച്ചത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. പിന്നെ ഞാൻ കുറേ ഏറെ പേരെ എനിക്ക് പരിചയമുള്ള, എനിക്കുണ്ട് പൊട്ടൻഷ്യൽ, ഞാനും വളരെ പൊട്ടൻഷ്യസ് ആയിട്ടുള്ള പല പരിപാടികളും മാക്സിമം ഇത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഈ കൃത്രിമങ്ങളുടെ ലോകത്ത് നമുക്കൊക്കെ വേഷപ്രശ്നം ആവേണ്ടി വരുന്നുണ്ട്. ഇപ്പം ഇങ്ങനെയൊന്നും അല്ല എനിക്കിരിക്കാൻ ഇഷ്ടം, ആ പ്രശ്നം എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇതിനെ ഒരു വര വെച്ച് മനസ്സിൽ നമ്മൾ ഒരു വരയൊക്കെ വരച്ച് ഈ കോർപ്പറേറ്റുകളൊക്കെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ എന്നിട്ട് അതിന് സംസ്കാരം എന്നൊക്കെയാണല്ലോ പേരിടുന്നത്. അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ചില വാഞ്ചകളും ചില നമ്മുടെ ജീവിതവും നമ്മുടെ നാട്ടിലെ സാമൂഹ്യ വ്യവസ്ഥയൊക്കെയായിട്ട് ബന്ധപ്പെട്ട. അപ്പം തിയേറ്ററിനകത്ത് തുപ്പിയിടുന്നവരുടെ അല്ലെങ്കിൽ മറ്റേ കയ്യിലെ ഇതൊക്കെ നമുക്ക് നോർത്തിൽ പോയാൽ നമുക്ക് ധാരാളം ഇപ്പോഴും വലിയ വലിയ തിയേറ്ററുകളിൽ ഞാൻ ധാരാളം സൈഡിലൊക്കെ നമ്മുടെ നാട്ടിലത് വളരെ തിയേറ്ററുകളിലെ എനിക്ക് തോന്നുന്നു വളരെ ഒരു 80% പണ്ടത്തെ വെച്ച് കുറെ കുറഞ്ഞു. ഇതൊക്കെ ഗ്രാജുവലായിട്ട് സംഭവിച്ചതാണ്. ഇതൊക്കെ മാറ്റങ്ങളാണെന്ന് നമ്മൾ ഉള്ളിലുള്ളതാണ്, നമ്മുടെ ഉള്ളിലെ വൃത്തിയാണ് നമ്മൾ പുറത്തൊക്കെ കാണിക്കുന്നുണ്ടാവുക ഒരു പരിധി വരെ. അപ്പം ഞാനും ഇത് ചെയ്യുന്ന സമയത്ത് ഇതാണല്ലോ ചോദ്യം, ഇതായിരുന്നല്ലോ,
അതിൽ ഞാൻ ഷൈൻ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ചിരിച്ചു. അപ്പോൾ ഷൈൻ ഇത് മാത്രമല്ല പല കഥകളെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പം ഇയാളിത് എങ്ങനെ ഇത് മനസ്സിലാക്കി എന്നുള്ളതായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട കൺസേൺ. ഷൈൻ പറഞ്ഞു കുറേ ഇടത്ത് പോയി ശ്രീകാന്ത്, കുറേ ഇടങ്ങളിൽ പോയി കുറേ ആൾക്കാരെ കണ്ടു. ആദ്യം എനിക്ക് വെച്ചിരുന്നത് എന്നോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന ഞാനോട് വളരെ സാമ്യമുള്ള ഒരു കഥാപാത്രമായിരുന്നു. പക്ഷെ പിന്നീടാണ് അന്ന് ഉച്ചവരെ ഇരുന്നതിന് ശേഷം ഉച്ച കഴിഞ്ഞിട്ടാണ് ഷൈൻ തീരുമാനിക്കുന്നത് അങ്ങനെയല്ല ഷൈൻ ഭായ് ഇത് ചെയ്തോളൂ, കാരണം നിങ്ങൾക്കുള്ളൊരു ഇമേജ് ഉണ്ട്, നിങ്ങളോ അല്ല നിങ്ങൾക്കുള്ളൊരു ഇമേജ് ഉണ്ട്, ആ ഇമേജ് വെച്ചിട്ട് നമുക്കൊരു പരിപാടി ചെയ്യാം എന്നാണ് ഷൈൻ വ്യംഗ്യമായി പറഞ്ഞത്. ഇങ്ങനെയല്ല പറഞ്ഞത്, വേറെ രീതിയിലാണ് ഷൈൻ അത് അവതരിപ്പിച്ചത്. പിന്നെ എനിക്ക് ചലഞ്ചായിരുന്നു അത് എത്തിക്കുക എന്നുള്ളത്. പിന്നെ സാധാരണ സിനിമയിൽ നിന്നും സ്പാ വേറിട്ട് നിൽക്കുന്നതെന്ന് വെച്ചാൽ ഇതിലൂടെ എനിക്ക് വളരെ കൃത്യമായി നേരത്തെ പറഞ്ഞ പോലെ പ്രിട്ടൻഷ്യസ് ആയിട്ടുള്ള ഇരുട്ടത്ത് മറ്റു രീതിയിൽ പെരുമാറുന്ന, മങ്ങിയ വെളിച്ചത്തിൽ മറ്റൊരു ഐഡന്റിറ്റി പുറത്തേക്ക് വരുന്ന ഒത്തിരി പേരെ എനിക്കറിയാം. ഒത്തിരി പേരെ ഈ കാണുന്ന ആൾക്കാർക്കും മനസ്സിലാവുന്ന ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഒരാളായിട്ട് എനിക്ക് അവതരിക്കാൻ പറ്റും. ഇപ്പം ഒരു നടൻ്റെ മാത്രം പ്രിവിലേജ് അത് ഉപയോഗിച്ചു എന്നുള്ളത് മാത്രം. ഇരട്ട ജീവിതം ജീവിക്കാൻ പറ്റിയെന്ന് പ്രേം സാറിനെ കാണിച്ചിട്ടുണ്ടോ സ്പാ? അദ്ദേഹം കാണുന്നുണ്ടോ സ്പാ? ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പ്രിയൻ സാറിനോടും ലാൽ സാറിനോടും സ്പാ എന്ന സിനിമയെക്കുറിച്ച് പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും അവർ സൗകര്യം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും കാണും. കാരണം അത് ഒന്ന് തീർച്ചയായും ഈ ഇങ്ങനൊരു ബ്രേവ് അറ്റംപ്റ്റ് എന്നൊക്കെ ഇപ്പോഴും പറയേണ്ടി വരുന്നു നമുക്ക്. സ്പാ പോലൊരു സിനിമ ബ്രേവ് അറ്റംപ്റ്റ് ആണെന്നൊക്കെ പറയേണ്ടി വരികയാണ്. ഒരു സിനിമ എന്നുള്ളതൊക്കെ കാണാൻ അങ്ങനെയൊന്നും അല്ല ഇപ്പോഴും പറയാം. അപ്പം അത് എന്നെ സംബന്ധിച്ചുള്ളത് ഭയങ്കര കട്ടം തോന്നുന്ന കാര്യമാണ്. തോന്നുന്നു സാർ പ്രോബബ്ലി ഗേൾ ഇൻ യെല്ലോ ബൂട്ട്സിന് ശേഷം അല്ലേ ഞാൻ കണ്ടിട്ടുള്ളത് യെല്ലോ ബൂട്ട്സ് കഴിഞ്ഞതിന് ശേഷം ഇതേ ഉള്ളൂ ഞാൻ കണ്ടതിൽ. അതാണ് വിക്ടോറിയ. ഞാൻ ആ സിനിമ കണ്ടില്ല, പക്ഷെ ആ സിനിമയുടെ കണ്ടന്റിന് ഇതുമായിട്ട് സാമ്യമുണ്ടെന്ന് ഞാൻ കേട്ടു. എനിവേ ഇത് ഒന്നേ ഉള്ളൂ, ഹൈബ്രിഡ് ഷൈൻ്റെ സ്പാ മാത്രമേ ഇന്ത്യയിൽ തന്നെ ഇങ്ങനെയൊരു സ്പാ. അതിൻ്റെ കൂടുതൽ പറയാൻ പറ്റില്ല, കാരണം തിയേറ്ററിൽ ജനങ്ങൾ പോയാൽ സ്പോയിലറായി പോകും. ഇവർ ലാൽ സാറ് എനിക്ക് ഇങ്ങനൊരു സിനിമ ഉണ്ടെന്നുള്ള ലാൽ സാറ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലാൽ സാറിൻ്റെ പഠനങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. വളരെ സീരിയസ് ആയിട്ടാണ് സാർ സംസാരിച്ചത്. വളരെ കുറച്ച് സമയം ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ. ആ സമയത്ത് എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു. പിന്നീട് കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു എന്നാണ് റിലീസ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അതിൻ്റെ റിലീസിൻ്റെ ഡേറ്റ്സ് ഒക്കെ അയച്ചു കൊടുത്തിരുന്നു. ചിരിച്ചു. ഒരുപക്ഷെ അത് കാണുമായിരിക്കും. പ്രിയൻ സാറും കാണേണ്ടതാണ്. അവരുടെ പ്രധാന കൗതുകം ഇങ്ങനൊരു വിഷയം എങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. അതിനേക്കാൾ ഉപരി ഞാനും രവിയേട്ടനൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഞങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ ആർട്ടിസ്റ്റുകളുടെ ലിസ്റ്റൊക്കെ പറഞ്ഞു, സ്റ്റാർ കാസ്റ്റൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ വളരെ താല്പര്യത്തോടെ ഇരിക്കുന്നു. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ഓക്സിജൻ മൊബൈൽ ഉത്സവം. മൊബൈൽ വിൽപ്പനാനന്തര സേവനത്തിന് 100% ഗ്യാരണ്ടി. EMI, ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ഓഫറുകൾക്ക് പുറമെ അത്യുഗ്രൻ സമ്മാനങ്ങളും. Think mobile, think oxygen. Oxygen, the smartphone expert.